ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഒരു റവ ഇഡലി ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻസ്റ്റൻറ്റ് റവ ഇഡലി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഉഴുന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നന്നായി ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് വരെ ഇങ്ങനെ മീഡിയം തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2-3 മിനിറ്റ്സോളം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കുക. റവ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ റവ മെഷർ ചെയ്ത അതേ ഇതിൽ തന്നെയാണ് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു 3/4 കപ്പോളം വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി ഇനി ഒരു 1/4 കപ്പ് വെള്ളം ബാക്കിയുണ്ട്. നന്നായി ഇതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നോക്കാം. ഇപ്പം നല്ല മിക്സ് ആയിട്ടുണ്ട് ഇത്. ഇനി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള ഫുള്ള് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഗ്രീൻ പീസ് അല്ല, നമ്മുടെ മറ്റേ പച്ച മട്ടറാണത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പെല്ലാം ബാലൻസ് ചെയ്യണം. നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു സ്റ്റീമറിലോ ഇഡ്ഡലി തട്ടിലോ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് ഉടനെ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എല്ലാത്തിലും ഇതേപോലെ ഓയിലാക്കി കൊടുക്കുക. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റീമറിലോ ഇഡ്ഡലി തട്ടിലോ വെച്ച് വേവിക്കാവുന്നതാണ്. ഞാൻ ഇഡ്ഡലി പാത്രം
ഇതിൽ വെള്ളം ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി ഈ തട്ടെടുത്ത് അതിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ഒരു 10 മിനിറ്റോളം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഡലിയെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റീമറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ റവ ഇഡലി റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ് എല്ലാം ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റും. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്